എല്ലാവർക്കും നമസ്കാരം. ഭൂതവും ഞാനും നമ്മുടെ ഏറ്റവും പുതിയ ഒരു വിഷ്വൽ സീരീസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഭൂതം. മച്ചാന്മാരെ നമസ്കാരം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ചെറിയൊരു ട്രിപ്പാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലുള്ള വൈത്തിരിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ വൈത്തിരിയിൽ ഭൂതത്തോടൊപ്പം പോയി നമ്മളൊന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. എനിക്കും സംസാരിക്കാൻ ഒരു ചാൻസ് താടേ. പറഞ്ഞോ. ഇനി ചില എപ്പിസോഡുകളിൽ ഈ ചീട ചക്കന്റെ കൂടെ ഞാനും ഉണ്ടാകും. ഞങ്ങളോടൊപ്പം കൂടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചവിട്ട് ചവിട്ട് എന്നെ അല്ലടേ, കാറ് ചവിട്ടി നിർത്താൻ. എന്താ ഇനി കുറച്ച് ഞാൻ ഓടിച്ചോട്ടെ. എനിക്ക് ഓടിക്കാൻ അറിയാവാ? ഇങ്ങനെയൊക്കെ അല്ലടേ ഓരോന്ന് പഠിക്കുന്നത്. ഈ വണ്ടി ഓടിക്കലല്ലോ മനുഷ്യന്മാർക്ക് പറഞ്ഞ സംഭവ. ഒരു കാര്യം ചെയ്യ്, നീ ഓടിക്കാൻ സമയമാകുമ്പോ ഞാൻ പറയും. ഇപ്പം തൽക്കാലം അടങ്ങി ഒതുങ്ങി അടിപ്പിക്കും. ഒരു പാട്ട് കാച്ചിയാലോ? പാടിക്കോ. ഇന്ന് പിടിച്ചോ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. നിർത്ത്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇതുപോലത്തെ അപലക്ഷണം കിട്ട പാട്ടാണോ പാടുന്നത്? എന്നാൽ വേറെ പാടട്ടെ. വേണ്ട. അപ്പൊ നമ്മൾ ഇനി ഏതാണ്ട് 20 കിലോമീറ്റർ ആണ് ഹണി മ്യൂസിയത്തിലേക്ക് എത്താനുള്ളത്. അപ്പൊ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളരെ മനോഹരമായ സ്ഥലം കണ്ടു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാറ് നിർത്തിയതാണ്. എങ്ങനെ ഇഷ്ടായിക്ക? അടിപൊളി. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച. രമണിയോ? എവിടെ? ഏത് രമണി? ചന്ദ്രമണിയുടെ കാര്യമല്ലേ പറഞ്ഞത്? നീ ഒന്ന് വായടച്ച് നിന്ന്. നമ്മൾ കൂടുതൽ മുന്നോട്ടേക്ക് സഞ്ചരിക്കുമ്പോഴും വയനാടിന്റെ ദൃശ്യഭംഗി വർദ്ധിച്ചു വരുന്നതായി കാണാം. ഇരുവശങ്ങളിലുമായി വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും മരങ്ങളും തുടങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഹണി മ്യൂസിയം ഏതാണ്ട് എത്താറായി എന്നതിൻ്റെ സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് നമുക്ക് വയനാട് സമ്മാനിക്കുന്നത്. ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീക്രാഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഹണി മ്യൂസിയമാണ് ഇത്. അതേപോലെ ലോകത്തിലുള്ള 2ാമത്തെ ഹണി മ്യൂസിയവും. ലോകത്തിലുള്ള ആദ്യത്തെ ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം തായ്വാനിലാണ്. ഇപ്പൊ തേനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സാധാരണ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലുള്ള തേനുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അതായത് കാട്ടുതേൻ, ചെറുതേൻ, നാടൻ തേൻ ഉൾപ്പെടെ വളരെ പരിമിതമായിട്ടുള്ള തേനുകളെ കുറിച്ച് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് ഇനത്തിൽപ്പെട്ട തേനുകൾ ഇവിടെ ലഭ്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും അതത് സീസണിലുള്ള തേനുകൾ ഇവർ ശേഖരിച്ച് നല്ല 100% പ്യുവർ ക്വാളിറ്റിയിലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിന്റെ മറ്റുള്ള അത്ഭുത കാഴ്ചകളിലേക്ക് കടക്കാം. തേൻ തേൻ തേൻ, നല്ല അടിപൊളി വയനാടൻ തേൻ, പിന്നെ പലതരം തേനുകളും കഴിക്കാൻ കൊതിയായി. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കത്തില്ല, കാരണം ഇഷ്ടപ്പെടുമല്ലോ. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്, ഉസ്മാൻ സാർ. എൻ്റെ പേര് ഉസ്മാൻ മദാരി, ഹണി മ്യൂസിയത്തിന്റെ ഫൗണ്ടറാണ്. ഹണി മ്യൂസിയം എന്നുള്ള ഒരു പ്രോജക്റ്റ് വരുന്നത് തേനിനെ കുറിച്ചിട്ട് അറിയാനും തേനിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതേപോലെ ശുദ്ധമായ തേനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളതൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹണി മ്യൂസിയം എന്ന് പറയുന്നത്. ഈ ഹണി മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. എല്ലാവർക്കും തേന് വേണം. വ്യാജ തേനിന്റെ ഒരു മേഖലയിൽ നല്ല തേൻ വിപണനം നടത്താൻ വേണ്ടിയിട്ടാണ് ബീക്രാഫ്റ്റ് എന്നുള്ളൊരു കമ്പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കമ്പനി നടന്നുകൊണ്ടിരിക്കെ ഈ തേനിനെ കുറിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഹണി മ്യൂസിയം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹണി മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ തേൻ ആണെന്ന് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടെ ഇവിടെ വന്ന് നിങ്ങൾക്കൊക്കെ തേൻ വാങ്ങാം. സാറേ, കുറച്ച് തേൻ കിട്ടിയിരുന്നെങ്കിൽ അകത്താക്കാമായിരുന്നു. ഇവിടെ വരുന്ന ആളുകൾക്ക് മുഴുവനും തേൻ കൊടുത്തിട്ടേ ഞങ്ങൾ വിടാറുള്ളൂ. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പോയി തേൻ കഴിക്കും.